ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ട്യൂഷൻ ലാൻഡ് വ്ലോഗ്. എന്തിൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പം ഞാനിവിടെ ഒരുങ്ങി റെഡിയായിട്ട് നിൽക്കുന്ന എന്തിനാണെന്നറിയാവോ? ഇന്ന് ചെറിയൊരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ. ഇന്ന് അപ്പൂനും ഷൈബാക്കും ചെറിയൊരു വിരുന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. മോതിരമൊക്കെ നമ്മൾ ഇന്നലെ പോയി മേടിച്ച് വെച്ച് കേട്ടോ. അപ്പോൾ ഇനി ഒരു ഫുഡും കൂടെ വേണമല്ലോ, അതിന് എവിടെയെങ്കിലും പോവാം. അവന് ഫിഷ് മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. മേക്കപ്പൊക്കെ കഴിഞ്ഞു, അവരിപ്പോൾ വരും. എന്നിട്ട് നമുക്ക് നേരെ കൊല്ലത്തോട്ട് വെച്ച് പിടിക്കാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. ഇനി സ്പോട്ടിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെങ്കിൽ പോണ വഴിക്ക് കാണാം കേട്ടോ. ഇന്നത്തെ ഒരു കുട്ടി മിനി വ്ളോഗാണ്, അപ്പോൾ നിങ്ങളും കൂടെ പോരെ. കൊല്ലത്തോട്ട് പോകാൻ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ പരിപാടിയിൽ ചെറിയൊരു മാറ്റം വരുത്തി കേട്ടോ. സമയം താമസിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ വിചാരിച്ചു അടുത്തുള്ള എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചിട്ട് കാപ്പിലോട്ട് വെച്ച് പിടിച്ചു കേട്ടോ. ആദ്യം പോയ റെസ്റ്റോറൻറ്റ് ഫ്ലോപ്പായിരുന്നു, അവിടെ അടച്ചിട്ടേക്കായിരുന്നു. പിന്നെ നമ്മൾ അടുത്തൊരു റെസ്റ്റോറൻറ്റ് തപ്പിപ്പിടിച്ച് അവിടേക്ക് പോയി. നല്ല അടിപൊളി നെയ്മീൻ തലക്കറിയും നമ്മുടെ കൊഞ്ച് റോസ്റ്റ്, അതുപോലെ തന്നെ കരിമീൻ ഫ്രൈ ആണ് കേട്ടോ വാങ്ങിച്ചത്. പൊള്ളിച്ചതായിരുന്നു ആഗ്രഹം, പക്ഷെ കിട്ടിയത് ഫ്രൈ ആണ്. പിന്നെ അപ്പം, കപ്പ, ഊണ്, അതുപോലെ തന്നെ ബെറോട്ട, അങ്ങനെ എല്ലാ സംഭവങ്ങളുമായിട്ട് അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. അതിനുശേഷം നമ്മൾ നേരെ പാപനാശത്തോട്ട് വന്നു കേട്ടോ. എപ്പോഴും പോകുന്നത് ക്ലിഫിലായതുകൊണ്ട് ഇത്തവണ ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചതാണ്. അടിപൊളിയായിട്ട് കിടക്കുമായിരുന്നു കടൽ. അതായത് സീസൺ ആയതുകൊണ്ട് നമുക്ക് തുള്ളിച്ചാടാൻ പറ്റിയ രീതിയിലായിരുന്നു കേട്ടോ കടലിൻ്റെ ഒരു കിടപ്പെന്ന് പറയുന്നത്. ഇപ്പോൾ പാപനാശത്ത് ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളതൊക്കെ ദൂരെ മാറി നിന്ന് കണ്ട് ആസ്വദിച്ചു. ഉമ്മച്ചിയുടെ കൂടെയാണ് പോയത്, അതുകൊണ്ട് തന്നെ ആസ് യൂഷ്വൽ ഉമ്മാക്ക് വെള്ളം പേടിയാണ്. പിന്നെ നമ്മൾ നേരെ കല്ലമ്പലത്ത് വന്നു. ഇതിനാണല്ലോ നമ്മൾ പോയത്, ഒരു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന മോതിരം. പിന്നെ ഇത് നമ്മുടെ പൊന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ക്യാമറയുടെ ഫോക്കസ് പോകുന്നുണ്ട്, എന്നാലും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേ സമയം, അതായത് ഈ കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് നമ്മുടെ ഷൈബയുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞത്. അതായത് ഞാനും പൊന്നും ഉമ്മച്ചിയും കൂടി പോയിട്ട് റിങ്ങും അതുപോലെ വളയും ഒക്കെ ഇട്ട ദിവസം, അതേ ദിവസം തന്നെയാണ് നമ്മൾ വീണ്ടും ഒക്കെ മോതിരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഹാപ്പി ആയിട്ടൊരു ഡേ ആയിരുന്നു. ഉച്ച മുതൽ ഏതാണ്ട് ഒരു 7:30-8 മണിയോളം നമ്മൾ അടിച്ചു പൊളിച്ച് തിരിച്ച് വീട്ടിൽ പോയി കേട്ടോ.